ഇപ്പോൾ LKG പഠിക്കുന്ന കുട്ടികൾ ഒരു LKGയിൽ ഫുൾ ആൽഫബറ്റ്സ് പഠിച്ചാൽ UKG ആകുമ്പോൾ എല്ലാം മറന്നു പോകണു, ആൽഫബറ്റ് കണ്ടാൽ മനസ്സിലാവില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ അപ്പത്തൊട്ട് തന്നെ അതിനുള്ള തെറപ്പി സ്റ്റാർട്ട് ചെയ്യാം. വളരെ കുഞ്ഞു കുട്ടിയാണ്, പക്ഷെ കുട്ടി പറയാണ് എൻ്റെ ഗ്രാൻഡ് മദർ കുറച്ച് പ്രോബ്ലമാറ്റിക് ആണ്. അപ്പോൾ ഗ്രാൻഡ് മദറിനെ പോലെ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ ഐ വോണ്ട് ലുക്ക് ആഫ്റ്റർ യു. വേറൊരു റീസൺ നമ്മൾ നോക്കണം, നമ്മൾ ആരും ഒന്നിനകത്തും ടൈം എടുത്തത് എൻജോയ് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് അതെ, ഒരു സാധനം ഇപ്പോൾ ഫുഡ് ആണെങ്കിലും നമ്മൾ എപ്പോഴും പറയാറില്ല, ഇപ്പൊ മൈൻഡ്ഫുൾനെസ്സിനകത്ത് വലിയൊരു ഐഡിയ വരുന്നതാണ് മൈൻഡ്ഫുൾ ആവുക. ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തികൾ എവര് പാരൻസ് ആകുമ്പോൾ ഈ കുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു മെൻ്റൽ ടോർച്ചറുണ്ട്. മറ്റാരെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പാരൻസിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഒരു സൈഡിൽ ശരിക്കും പാരൻസ് ഒരുപാട് എന്ത് മക്കൾക്ക് വേണ്ടിയിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുകയും ഭയങ്കരമായിട്ട് ഫ്രീഡം, ഓവർ ഫ്രീഡം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അങ്ങനെ കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പാരൻസ്. മറ്റൊരു സൈഡിൽ നോക്കുമ്പോൾ ശരിക്കും നമ്മൾ ജന്മം കൊടുത്ത കുഞ്ഞുങ്ങളെ തന്നെ നിഷ്കരണം കൊല്ലുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പാരൻസ്. ലിറ്റിൽ തിങ്സിലെ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഒരു ബാല്യം ഉണ്ടായിരുന്നു. അത് ശരിക്കും മിസ്സാകുന്നു ഇനി വരുന്ന ജനറേഷൻ എന്നുള്ളതാണ് ഞാനൊരു പേഴ്സൺ എനിക്കും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഒരു കുഞ്ഞൊരു സ്വീറ്റ് ഒരാൾ തന്നാലും നമുക്കതൊരു ഹാപ്പിനെസ് ആയിരുന്നു. അവിടെയും സെൽഫിഷ്നെസ് അല്ലേ ആണ് കൂടുതൽ വരുന്നത്. എൻ്റെ ഹാപ്പിനെസ്സിനോ എൻ്റെ ബാക്കിയുള്ള കംഫർട്ട്സിനോ ഇത് നോക്കുന്നത് എനിക്ക് പറ്റാത്ത ഒരു കാര്യമാണെന്നുള്ളതിനകത്ത് അത് റിമൂവ് ചെയ്യാന്നുള്ളത്. പിന്നെ ലേണിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഓരോ കുട്ടികളും ഓരോ ലെവലിലാണല്ലോ അവരുടെ ലേണിങ് എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ചില കുട്ടികൾ ഭയങ്കര സ്മാർട്ടായിരിക്കും. ഒരമ്മ പറഞ്ഞ് ഞാൻ കേട്ടാണ്, സ്മാർട്ടാണ്, നല്ല മിടുക്കനാണ്, പഠിക്കും, എല്ലാം ചെയ്യും. പക്ഷേ വെൻ കമ്മിങ് ടു ദ റൈറ്റിംഗ് സ്കിൽ എന്ന് വരുമ്പോഴത്തേക്കും ഒരുപാട് ഡിസോർഡേഴ്സ് കാണാം. അതായത് ഇപ്പോൾ ഒരു B എന്ന് പറയുന്ന ലെറ്റർ തന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതുവാണെങ്കിൽ അവൻ ലെഫ്റ്റ് സൈഡിൽ എഴുതും, റിവേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള റൈറ്റിംഗ് സ്കിൽ, അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് എഴുതും മോൻ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് വല്ല റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കും. പക്ഷെ അത് കുട്ടിക്ക് പിന്നീട് ഭയങ്കര സ്ലോ ഡൗൺ പ്രോബ്ലംസ് ഉണ്ടാവുന്ന കാണാം. ഹാൻഡ് ഡോമിനൻസ് മാറ്റരുത് എന്നുള്ളത്. അദ്ദേഹം ബോൺ വിത്ത് ലെഫ്റ്റ്, അത് തന്നെ ചെയ്യണം എന്നുള്ളത്. പക്ഷെ പലപ്പോഴും അത് റൈറ്റിലേക്ക് മാറ്റി അവർക്ക് വേണ്ട സ്കിൽസ് പോലും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ ലേറ്റർ തിരിച്ചെഴുതല്, പിന്നെ അങ്ങനത്തെ. പക്ഷെ ലെഫ്റ്റ് ഹാൻഡ് ഉള്ളവരാണോ ശരിക്കും ഇങ്ങനെ ഈ തിരിച്ചെഴുതുന്നത്? അത് ഇറ്റ് ക്യാൻ ബി എ പാർട്ട് ഓഫ് ഒരു ലേണിംഗ് ഡിസോർഡർ എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. ഒരു ഡിസ്ലെക്സിയ മാതിരി തന്നെ ഉള്ളൊരു ഇതാണ് ഡിസ്ഗ്രാഫിയ എന്നൊരു കണ്ടീഷൻ ഉണ്ട്. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലാണ് ഇതേമാതിരി റിവേഴ്സൽ റൈറ്റിംഗ് അങ്ങനത്തെ ഒക്കെ വരുന്നത്. അതിന്റെ കൂടെ കുട്ടിക്ക് വായിക്കാൻ, അപ്പൊ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടി, എല്ലാം ബുദ്ധിപരമായിട്ട് എല്ലാം നന്നായിട്ടുണ്ട്, ഒരു എബവ് ആവറേജ് ഇന്റലിജൻസ് ഉണ്ട്. എന്നിട്ടും ചില കുട്ടികളുണ്ട് വായിക്കാൻ പറ്റുന്നില്ല, റീഡ് ചെയ്യുമ്പോൾ തെറ്റുകള്, വായിച്ചത് കോംപ്രിഹെൻഡ് ചെയ്യുന്നില്ല, ഇതേമാതിരി എഴുതുമ്പോൾ സ്പെല്ലിംഗ് ഡിഫിക്കൽട്ടീസ്, ബേസിക് സ്പെല്ലിംഗ് പോലും തെറ്റുന്നു. സംസാരിക്കുന്ന ഭയങ്കര ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കും, പക്ഷെ റൈറ്റിംഗ് സ്കിൽ ആകുമ്പോഴാണ് നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി. ബാക്കി എല്ലാ സാധനവും നമുക്ക് വിഷ്വലി ഒരു കുട്ടിയെ കണ്ട ഒരു ഡിസബിലിറ്റി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് മോസ്റ്റ്ലി അൺഐഡന്റിഫൈഡ് പോകും. ഈവൻ ഒരു 3rd സ്റ്റാൻഡേർഡ് 4th സ്റ്റാൻഡേർഡ് വരെ ഒരുവിധം മാർക്ക് 1 വേർഡ് ഒക്കെ എഴുതി ഒപ്പിക്കും. സോ ദാറ്റ് വലിയ കുഴപ്പമില്ലാതെ ഇതാ പോവും. പക്ഷെ ഇങ്ങനത്തെ കുട്ടികൾക്ക് വേറെ ഔട്ട്സൈഡ് വേറെ കുഴപ്പമില്ല, ബാക്കി എല്ലാത്തിലും എടുക്കാനാണ്. അപ്പൊ ദേ ആർ യൂഷ്വലി സെഡ് ആസ് ഓക്കെ ഇത് മടിയനാണ്, കുറച്ചൊന്ന് ഇതായുമ്പോ വരുന്നത്. പക്ഷെ ദ സാഡ് പാർട്ട് ഇസ് ലൈക്ക് അതെല്ലാം നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള തെറപ്പി കൊടുക്കാലേ അവർക്കത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ സ്കൂളിൽ നിന്നും അത് ഐഡന്റിഫൈ ചെയ്യാതെ പോവാറുണ്ട്, പാരന്റ്സും ഐഡന്റിഫൈ ചെയ്യാതെ പോവാറുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ലേറ്റർ എനിക്ക് ചിലപ്പോൾ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലായിട്ട് ഒരു സെന്റൻസ് ഒറ്റയ്ക്ക് എഴുതാൻ പറ്റാത്ത കുട്ടികൾ ധാരാളം വരാറുണ്ട്. ശരി, ഓക്കെ. അതുവരെ അവരുടെ മെമ്മറിനകത്ത് വെച്ച് രക്ഷപ്പെടുന്ന കുട്ടികളുണ്ട്. ഒരു ബുക്ക് 2-3 പ്രാവശ്യം ടീച്ചർ വായിക്കണ കേട്ടാല് നോക്കാതെ തന്നെ ആള് വായിക്കും. പക്ഷെ ശരിക്കും വായിക്കാൻ ഡീകോഡ് ചെയ്ത് നോക്കാൻ പറഞ്ഞാൽ ആൾക്കത് വായിക്കാൻ പറ്റുന്നില്ല. അവര് തന്നെ കോമ്പൻസേറ്ററി ഇത് വെച്ചിട്ട് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷെ വലിയ ക്ലാസ് എത്തുമ്പോഴേക്കും ഒറ്റയ്ക്ക് ഒരു സാധനം എഴുതണം, വായിക്കണം എന്നൊക്കെ പോകുമ്പോഴേക്കും സ്ട്രഗിൾ ചെയ്യാറുണ്ട്.
അപ്പോൾ അങ്ങനെയാണെങ്കിലേ ഇങ്ങനെയുള്ള ലേണിംഗ് ഡിസോർഡേഴ്സ് ഇപ്പോൾ ഫസ്റ്റിൽ തന്നെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു അറ്റ് എനി ഏജ് എന്നുള്ളതാണ് നമുക്ക് ശരിക്കും ഒരു സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുക. നമുക്കൊരു തെറാപ്പിയൊക്കെ എടുക്കാനും കുട്ടി ഒരു പേഷ്യൻ്റ് ആയിട്ട് ഇരിക്കണമല്ലോ, അല്ലെങ്കിൽ പേഷ്യൻസോടുകൂടി ഇരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഡയഗ്നോസ്റ്റിക് പാർട്ടിലെ ലേണിംഗ് ഡിസബിലിറ്റി എന്നൊക്കെ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഒരു 8 വയസ്സായാലാണ് നമ്മൾ ഫോർമൽ ഡയഗ്നോസിസ് വരിക. പക്ഷെ അതിന് മുമ്പ് തന്നെ ഇപ്പൊ LKG പഠിക്കുന്ന കുട്ടികൾ ഒരു LKGയിൽ ഫുൾ ആൽഫബറ്റ്സ് പഠിച്ചാലും UKG ആകുമ്പോൾ എല്ലാം മറന്നു പോകണു, ആൽഫബറ്റ് കണ്ടാൽ മനസ്സിലാവില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ അപ്പത്തൊട്ട് തന്നെ അതിനുള്ള തെറപ്പി സ്റ്റാർട്ട് ചെയ്യും. അത് യൂഷ്വലി നമ്മളിപ്പോ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു 10 or 100 പ്രാവശ്യം C എഴുതി കഴിഞ്ഞാലും ഒരു കുറച്ചു ദിവസം കഴിഞ്ഞാൽ അത് പിന്നെയും എഴുതിയിട്ട് അവർക്ക് മനസ്സിൽ നിൽക്കില്ല. അപ്പൊ വേറെ രീതികളുണ്ട്. ഈ തെറപ്പി എന്ന് പറയുമ്പോൾ മൾട്ടി സെൻസറി ആയിട്ട് നമ്മൾ വേറെ രീതിയിൽ കൂടി പഠിപ്പിച്ചാലേ അവിടെ നിൽക്കുള്ളൂ. അപ്പൊ ചിലപ്പോൾ നമ്മൾ അത്ര ഏർലി തന്നെ തെറപ്പി സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ ചെറിയ കുട്ടികളുണ്ട്, ഇപ്പൊ എന്താ ലൈക്ക് അവർക്ക് ഇരിക്കാന്നുള്ള ക്ഷമയില്ല, ക്ലാസ്സിൽ ഇരിക്കുന്നില്ല എന്നായിരിക്കും കംപ്ലൈന്റ്, എണീറ്റ് ഓടുന്നു, സിറ്റിംഗ് ടോളറൻസ് ഇല്ല, അറ്റൻഷൻ ഇല്ലാത്തതുകൊണ്ടും വേണ്ടത് എത്താത്തതുണ്ട്. അപ്പൊ നമ്മൾ അറ്റൻഷൻ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ദാറ്റ് ഇസ് ഓൾസോ എ തെറപ്പി. ഇതിന്ന് സസ്റ്റെയിൻഡ് ആയിട്ട് അറ്റൻഷൻ, ചിലപ്പോൾ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളതിന് തെറപ്പി കൊടുക്കാറുണ്ട്. വെയിറ്റ് ചെയ്യാൻ പഠിപ്പിക്കാറുണ്ട്. ഇപ്പൊ ഉള്ള കുട്ടികൾക്ക് വെയിറ്റിംഗ് ടോളറൻസ് ഇല്ല. അപ്പൊ അതിനും ബിഹേവിയർ തെറപ്പി എന്ന് പറഞ്ഞൊരു ഇതിനകത്ത് ബിഹേവിയർ തെറപ്പിയിൽ കൂടി ആളുടെ അടുത്ത് മറ്റേ ഒരു സാധനം ചോദിക്കാതെ വലിച്ചെടുക്കുന്നു, തള്ളുന്നു, അല്ലെങ്കിൽ ഒരിടത്ത് പോയാൽ വെയിറ്റ് ചെയ്യുമ്പോൾ കിടക്കുന്ന ബഹളം. സോ ദാറ്റ് നമുക്ക് തെറപ്പി ഏത് ഏജിൽ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അവിടുന്ന് അത് കൊടുക്കും തോറും എല്ലാ ഇതിനകത്തും ഏർലി ഇന്റർവെൻഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ്. പിന്നെ ആവട്ടെ ഇതൊക്കെ നേരെ ആയിക്കോളും എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്താല് അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് പിന്നീട് അത് കറക്റ്റ് ചെയ്യാനുള്ളത്. ചിലപ്പം ഒരു കുട്ടി 14 വയസ്സായിരിക്കും, അയാളുടെ അക്കാഡമിക് സ്കിൽസ് ചിലപ്പോൾ നോക്കുകയാണെങ്കിൽ തിരിച്ച് 14 വയസ്സ് എന്ന് പറയുമ്പോൾ 9ാം ക്ലാസ്സിലത്തെ ആളുടെ അക്കാഡമിക്സ് ചിലപ്പോൾ 2nd ഗ്രേഡിലാവാം. അപ്പൊ നമ്മൾ ഇത്രയും ദൂരം ഓടിയെത്താറുണ്ട്. മറ്റത് അടുത്തടുത്ത് ഗ്യാപ്പ് അധികം ഇല്ലാത്തപ്പോ തന്നെ ഇന്റർവെൻഷൻ കൊടുത്താൽ കുട്ടിയുടെ കോൺഫിഡൻസ് കൂടെ ഡെവലപ്പ് ആവും. മറ്റത് ഇതുകൊണ്ട് തന്നെ സോഷ്യലി ഇഷ്യൂസും ധാരാളം വരാറുണ്ട്. സ്കൂളിൽ നിന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും നീ പൊട്ടനാണെന്ന് ഫ്രണ്ട്സ് തന്നെ പറയണത്, മാർക്ക് കേൾക്കുമ്പോഴേക്കുള്ള ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്നുള്ള ഇത്, വീട്ടിൽ നിന്നുള്ള പ്രഷർ, സിബ്ലിംഗ് കമ്പാരിസൺ, കുറേ ഇമോഷണൽ ഇഷ്യൂ. ഈ അക്കാഡമിക് ഇതിന്റെ കൂടെ തന്നെ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ആൻഡ് സർട്ടൺ ടൈം വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് അതുകൊണ്ട് കുട്ടി കുറച്ച് കഴിയുമ്പോൾ റിബല്ലിയസ് ആവാൻ തുടങ്ങും, ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു ഇതിനകത്തേക്ക്. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഇവൻ തെറപ്പിക്ക് വരുന്ന കുട്ടികൾ നമ്മൾ ആദ്യം വരുമ്പോൾ ഒട്ടും കോപ്പറേറ്റ് ചെയ്യില്ല. ആൻഡ് വൺസ് ദേ സ്റ്റാർട്ട് ലേണിംഗ്, ഒരു ബോർഡൊക്കെ ചേർത്ത് വായിക്കാൻ പറ്റുമ്പോൾ ദേ കോൺഫിഡൻസ് ഇംപ്രൂവ്. അവർക്ക് പിന്നെയും വായിക്കണം അങ്ങനത്തത്. ആൻഡ് ടോട്ടലി ബിഹേവിയർ ചേഞ്ച് ചെയ്യും. പാരന്റ്സ് തന്നെ വന്ന് പറയും, ഇപ്പൊ അവന് ബുക്ക് എടുത്താൽ മറ്റേത് ബുക്ക് കണ്ട ഓടുവായിരുന്നു, പഠിക്കാൻ വിളിച്ചാൽ അപ്പൊ ഇരിക്കില്ല, ഇപ്പൊ അവൻ ബുക്കും കൊണ്ട് വരുന്നുണ്ട് വായിക്കാൻ. സോ ദാറ്റ് അവർക്കും ആ ഒരു അത് ഏർലി ഐഡന്റിഫൈ ചെയ്ത് എന്ത് ഇതാക്കിയാലും ചേഞ്ച്. അതുപോലെ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും എല്ലാ റിലേഷൻസിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് നാർസിസിസം. ഇപ്പം ലവ് റിലേഷൻഷിപ്പിലും ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലും ഒക്കെ ഭയങ്കര പബ്ലിസിറ്റി, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ വലിയൊരു ടേമാണ് നാർസിസിസം എന്ന് പറയുന്നത് എല്ലായിടത്തും. അതുപോലെ നാർസിസിസ്റ്റ് അല്ലാത്തവരെ കൂടി വേണമെങ്കിൽ നമ്മൾ നാർസിസിസ്റ്റ് ആക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. പക്ഷേ ആരും ഡിസ്കസ് ചെയ്യാത്ത ഒരു ഏരിയ ഉണ്ട്. ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തികൾ എവര് പാരൻസ് ആകുമ്പോൾ ഈ കുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു മെന്റൽ ടോർച്ചർ ഉണ്ട്. മറ്റാരെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇൻ ദ കേസ് ഓഫ് ചിൽഡ്രൻ, ഹൗ ക്യാൻ ദേ സർവൈവ് അമിഡ്സ്റ്റ് നാർസിസിസ്റ്റ് പാരൻസ് എന്നുള്ളത്? ദാറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ആൻഡ് നമുക്ക് അങ്ങനത്തെ നമ്മളൊരു കുട്ടിയുടെ പ്രോബ്ലം നോക്കി വരുമ്പോഴേക്കും ശരിക്കും നാർസിസ്റ്റിക് പാരന്റിങ് കൂടെ വന്നിട്ടുള്ള പല കുട്ടികൾക്കും ഉണ്ടാവുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രോബ്ലം ഈസ് ആൻസൈറ്റി. അവരെപ്പോഴും ഒരു പീപ്പിൾ പ്ലീസിങ് പേഴ്സൺ ആയി എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ നോക്കി പെർഫെക്ഷനിലേക്ക് നോക്കി എപ്പോഴും മറ്റുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്ട്രൈവ് ചെയ്ത് ഇതാക്കാൻ. ഇപ്പൊ അച്ഛനാണ് അങ്ങനത്തെ ഒരാളെങ്കിൽ അയാളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ബിക്കോസ് അത്രയും ഒരു ഇമോഷണൽ കുറെ ഗ്യാസ് ലൈറ്റിംഗ് ഉണ്ടാവുമ്പോൾ അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് ആൻസൈറ്റി വന്ന് തെറ്റുവോ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ കൂടുതലായിരിക്കും. ആൻഡ്
എനിക്കിപ്പോ ഈവൻ ഒരു കുട്ടിയുണ്ട്, അയാളിപ്പോ ടീംസ് കഴിഞ്ഞ ഒരു ഇതിനകത്ത് എത്തിയുമ്പോഴത്തേക്കും ആൾക്ക് ഇപ്പൊ അത്രയും ആങ്കർ ആണ് ടുവേർഡ്സ് ഫാദർ ഫിഗറിന്റെ അടുത്ത് എന്നെ അത്രയും പണ്ട് ഇതാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു എന്താണ് യൂഷ്വലി എന്തെങ്കിലും ഒരു ഇതില്ലെങ്കിൽ ചിലപ്പം മിണ്ടാതിരിക്കുക, നീ പഠിച്ചില്ലെങ്കിൽ ഞാൻ മിണ്ടില്ല, എനിക്ക് ഇത്ര ഇതില്ലെങ്കിൽ. അതുകൊണ്ട് ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ഇമോഷണൽ ട്രോമ. ആൻഡ് ഇപ്പം ഫാദർ ഫിഗറിന്റെ അടുത്ത് അത്രയ്ക്ക് ദേഷ്യവും. പക്ഷെ ഇപ്പം ഇത്രയും ഒരു ഇതെത്തിയപ്പോഴേക്കും ഫാദർ റെക്കഗ്നൈസ് ചെയ്ത് അതൊക്കെ ഒരു ട്രൈ ചെയ്താലും എന്നുള്ളതിനകത്ത് നാർസിസ്റ്റിക് പാരന്റിങ് ഇപ്പൊ വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ ഇതിനകത്ത് പലപ്പോഴും അതിനെ എല്ലാ ചില കാര്യങ്ങളും ഇങ്ങനെ വേണം എന്ന് ഫോഴ്സ് ചെയ്താലും അത് നാർസിസ്റ്റിക് ആണ് ബിക്കോസ് ഓഫ് ഈ സോഷ്യൽ ഇതിനകത്തുനിന്ന് കുറെ എവിടെ നോക്കിയാലും ഇതിനകത്ത് കുറെ കുറച്ചൊക്കെ കുറെ ഫീച്ചേഴ്സ് ഉണ്ടാവും. പക്ഷെ അത് കണ്ടിന്യൂസ്ലി ഇതേമാതിരി കാണിച്ചിട്ടുണ്ട് അത്രയ്ക്കൊരു ഇതാണെന്നുണ്ടെങ്കിൽ അതും ആ സോഷ്യൽ ഇത് ആളുടെ ആ പേഴ്സൺ തന്നെ ഹൈലി ഗ്രാൻഡിയസ്, എനിക്ക് എല്ലാപ്പോഴും അപ്രൂവൽ വേണം എന്നൊക്കെ ഉള്ള ഒരു പാട്ടിന്ന് കുട്ടികളുടെ അടുത്തൊന്നും അതേ എക്സ്പെക്ടേഷൻ ഇല്ലാത്തപ്പം ക്രിട്ടിക്കലി അത്രയും ഇമോഷണലി സിറ്റുവേഷൻ ആണ് ശരിക്കും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും വാട്ട് ദേ ഹാവ് ടു ഡു ഇസ് ലൈക്ക് അവരെപ്പോഴും കുറച്ച് നേരം വാലിഡേഷന് വേണ്ടിയിട്ട് ശ്രമിക്കും. കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും സോ ദേ ഫീൽ ദാറ്റ് ഓക്കെ അവിടെ എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഐ വിൽ ടേക്ക് മൈ ഓൺ സ്റ്റാൻഡ് എന്നുള്ളതിലേക്ക് ടോട്ടലി ഡിറ്റാച്ച്മെന്റിലേക്കാണ് വരുന്നത്. ദാറ്റ് ഇസ് എ വേ ഓഫ് കോപ്പിംഗ്. ഇത് അങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു അക്സെപ്റ്റൻസിലേക്ക് എത്തും. ഈ വ്യക്തിയെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല, എത്ര ചെയ്താലും പിന്നെയും ക്രിട്ടിക്കൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇനിയും എന്നെ വഴക്ക് പറയാനായിരിക്കും, ഹൈലി ഒട്ടും എംപത്തറ്റിക് ആകുന്നപ്പോ ലീവ് ചെയ്യാണ് ചെയ്യാറുള്ളത് കുട്ടികൾ. അയാളെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല എന്നുള്ളത്. പിന്നെ ടോട്ടലി ഡിഫറെന്റ് ഐ എം ടോട്ടലി ഇൻഡിപെൻഡന്റ് എന്നുള്ളതിനകത്ത് ആളുടെ വാല്യൂ ഇതിനെ ഒന്നും ഇതാക്കാതെ അക്സെപ്റ്റ് ചെയ്ത് മാറി പോവുക എന്നുള്ളതാണ് ചെയ്യുക. ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവുക ഫ്രം ദാറ്റ് പേഴ്സൺ, അല്ലാതെ ഫിസിക്കൽ ഡിറ്റാച്ച്മെന്റ് വാലിഡേഷന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യില്ല. മറ്റേത് കുറെ നാള് വാലിഡേഷന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, അച്ഛനടുത്ത് നല്ലത് കേൾക്കാൻ വേണ്ടിയിട്ട്, പ്ലീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുകൊണ്ട് കാര്യമില്ലാത്തപ്പോഴേക്കും എന്നുള്ളത് ആണ് ഒരു അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ ഇപ്പോൾ ഫോർ എക്സ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു ടേം ഉണ്ട് ജെൻസി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജെൻസി കിഡ് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഇറസ്പോൺസിബിളും ആകുന്നുണ്ടല്ലോ പാരൻസിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ പണ്ടുള്ള കാലത്താണെങ്കിൽ നമ്മൾ ശരിക്കും പണ്ടെന്ന് തന്നെ ഒരുപാട് പണ്ടല്ല, ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു ഏജ് ഗ്രൂപ്പിലെന്ന് പറഞ്ഞാൽ നമ്മൾ പാരൻസ് എങ്ങനെയാണെങ്കിലും അവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണമെന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരുന്നു, ഒരു 99% ആൾക്കാർ. അച്ഛനമ്മയെ നോക്കണം, വലുതാകുമ്പോൾ അതെൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഹാപ്പിലി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം. പക്ഷേ ഇപ്പോഴത്തെ ജെൻസി കിഡ്സ് ആണെങ്കിൽ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോഴേ അവർ പോയിന്റ് ഓഫ് വ്യൂ വളരെ പ്ലെയിൻ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു കുട്ടിയുടെ കാര്യം കേട്ടതാണ്, വളരെ കുഞ്ഞു കുട്ടിയാണ്, പക്ഷെ കുട്ടി പറയാണ് ഇപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ കുറച്ച് ഇതാണ് പ്രോബ്ലമാറ്റിക് ആണ്, അപ്പോൾ ഗ്രാൻഡ് മദറിനെ പോലെ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ ഐ വോണ്ട് ലുക്ക് ആഫ്റ്റർ യു. അതിപ്പോ തമാശ ഉണ്ടല്ലോ. ഞാൻ ലൈറ്റ് ആക്കാൻ വേണ്ടി പറഞ്ഞതാണ്, പക്ഷെ ഇറ്റ്സ് എ സിവിയർ പ്രോബ്ലം. ഏജ് ഗ്രൂപ്പ് മുന്നോട്ട് പോകും തോറും കുട്ടികൾ അതൊരു മൈൻഡ് സെറ്റ് ആക്കി കോൺക്രീറ്റ് ചെയ്യാണ് അവര്. മോസ്റ്റ്ലി എന്താ ഈസി വേ ആണല്ലോ ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് എല്ലാം വേണ്ടത്. പണ്ടത്തെയാണ് കുറച്ച് മെനക്കെട്ട് അതിനകത്ത് അവരുടെ ഇമോഷൻസിനെ പറ്റി. ഇപ്പോഴത്തെ കുട്ടികളുടെ എംപത്തി ഈസ് ഓൾസോ ലെസ് അല്ല, അവർക്ക് അവരുടെ കാര്യങ്ങള് ഇതാക്കുക, അതും പെട്ടെന്ന് എന്നുള്ളൊരു പാട്ടിലല്ലാതെ ആ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ വേറൊരാൾക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക ഒന്നും ഇല്ല എന്നുള്ളത്. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു റീസൺ ആണ്, പാരന്റ്സ് അവർക്ക് ടൈം ഇല്ല. സോ ഇറ്റ് ഇസ് നോർമൽ. ലൈക്ക് എനിക്ക് എന്താ ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യാം. പണ്ടില്ലാത്ത ട്രെൻഡ്സ് നമുക്ക് ഇപ്പൊ എന്തൊക്കെ പുതിയ സോളോ ട്രിപ്സ്, സോളോ എല്ലാം ഒറ്റയ്ക്ക് വാട്ട് എവർ ഗീവ്സ് യു ഹാപ്പിനെസ് അത് ചെയ്യാം. എന്റെ ലൈഫ് ഇസ് ജസ്റ്റ് ദിസ് മച്ച്, വാട്ട് എവർ ഗീവ്സ് യു ഹാപ്പിനെസ് ഡു ഇറ്റ് എന്നുള്ളത്. പണ്ടത്തത് അതല്ലായിരുന്നല്ലോ. എത്ര കഷ്ടപ്പെട്ടും നമ്മളുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റി ചെയ്യുക എന്നുള്ളൊരു പാർട്ട്. ആൻഡ് ആദ്യം തൊട്ട് തന്നെ ഇപ്പോഴുള്ള പാരന്റ്സ് കുട്ടികൾക്ക് റെസ്പോൺസിബിലിറ്റീസും കൊടുക്കുന്നില്ല. അത് ശരിയാണ് അല്ലേ? അതെ, നമുക്ക് അപ്പോഴും അവരെ ഒറ്റയ്ക്കുള്ള അത് ഇങ്ങനെ ഇതാക്കി അവർക്കുള്ള എല്ലാ സാധനവും സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. തിരിച്ചെന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യാതെ അങ്ങോട്ടും കൊടുക്കുന്നു.
കം ടു അല്ലേ എനിക്കെല്ലാം തരിക എന്നുള്ളത്. ഇതാണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റി അവരുടെ മണ്ടയിൽ ചാർത്തിയിട്ട് അല്ലേ. ആൻഡ് അതിനകത്ത് പിന്നെ ഒരു എനിക്ക് തോന്നുന്നുള്ളത് അക്കാഡമിക്സ് പ്രഷർ ഓൾസോ ഇസ് വൺ ഓഫ് ദ തിങ് ഇല്ലേ. നമുക്ക് ഇത്രയും പഠിച്ചു തീർക്കണുണ്ട്, എപ്പോഴും പഠിത്തം ഒന്ന് കഴിഞ്ഞ അടുത്തത്, എസ്പെഷ്യലി 11th 12th ഈ എൻട്രൻസ് ഉള്ള കുട്ടികൾക്ക് നോക്കിയാൽ നേരെ ഒന്നിനും സമയമില്ല. അവരുടെ ലൈഫ് ഇസ് ടോട്ടലി ഇൻ ടു സ്റ്റഡീസ് എന്നുള്ളതാണ്. അപ്പൊ ബാക്കിയുള്ള ഒരു എന്താ ഒരു അങ്ങനത്തെ വർത്താനം പറയുക, നമ്മള് സോഷ്യൽ വിസിറ്റ്സിനകത്ത് അങ്ങനെ ഒരു ബാക്കി ഒരു വയ്യാതിരിക്കുന്ന ഒരാളെ കാണാൻ പോകുന്നത് അതെല്ലാം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സോഷ്യൽ വിസിറ്റ്സ് കുറഞ്ഞിട്ടുണ്ട് അല്ലെ. പണ്ട് പല ആക്ടിവിറ്റി സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു, അങ്ങനെ അതൊന്നും ഇല്ല. നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഓൾസോ ഇതായിരുന്നു. ഇപ്പൊ പണ്ട് കല്യാണം കഴിഞ്ഞാൽ ഒരു വീട്ടിൽ അവിടെ പോയി താമസിക്കണം, അവിടെ അഡ്ജസ്റ്റ് ചെയ്യണം, അങ്ങനത്തെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. കല്യാണം ഞങ്ങള് വേറെ അങ്ങനത്തെ ഒരു അല്ലാതെ അങ്ങനത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പാർട്ട് ജനറൽ എല്ലാവർക്കും അഡ്ജസ്റ്റ്മെന്റ്സ് കുറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മളുടെ സൗകര്യം അതിലേക്ക് പോകുന്നു അതെന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇടയായിട്ട് നോട്ടീസ് ചെയ്യുന്ന നമ്മളിപ്പോൾ ന്യൂസിലൊക്കെ എപ്പോഴും കേൾക്കാറുള്ള കാര്യമാണ് പാരൻസിൻ്റെ സൈഡിൽ നിന്ന് തന്നെ. ഒരു സൈഡിൽ ശരിക്കും പാരൻസ് ഒരുപാട് എന്ത് മക്കൾക്ക് വേണ്ടിയിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുകയും ഭയങ്കരമായിട്ട് ഫ്രീഡം, ഓവർ ഫ്രീഡം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അങ്ങനെ കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പാരൻസ്. മറ്റൊരു സൈഡിൽ നോക്കുമ്പോൾ ശരിക്കും നമ്മൾ ജന്മം കൊടുത്ത കുഞ്ഞുങ്ങളെ തന്നെ നിഷ്കരണം കൊല്ലുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പാരൻസ്. അതിപ്പോൾ ഒരു മദറായിരിക്കാം, ചിലപ്പോൾ അച്ഛനും അമ്മയും ചേർന്നിട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് ഫാദറോ സ്റ്റെപ്പ് മദറോ ചേർന്നിട്ടായിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രൂവൽ മർഡറാണ് അവിടെ നടക്കുന്നത്. അതിനെപ്പറ്റി നോക്കിയാലും അവിടെയും സെൽഫായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാണ്. എൻ്റെ ഹാപ്പിനെസ്സിനോ എൻ്റെ ആഗ്രഹങ്ങൾക്കോ ഇത് പിന്നീട് ഒരു തടസ്സമാവാം, അല്ലെങ്കിൽ എൻ്റെ ഇതിനു വേണ്ടി ഇതൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു സിറ്റുവേഷൻ ആണല്ലോ വരുന്നത്. സോ അതിനകത്തുള്ളൊരു അല്ല ആ ഒരു അറ്റാച്ച്മെന്റോ അല്ലെങ്കിൽ അവിടെയും സെൽഫിഷ്നെസ് അല്ലേ ആണ് കൂടുതൽ വരുന്നത്. എന്റെ ഹാപ്പിനെസ്സിനോ എന്റെ ബാക്കിയുള്ള കംഫർട്ട്സിനോ ഇത് നോക്കുന്നത് എനിക്ക് പറ്റാത്ത കാര്യമാവും എന്നുള്ളതിനകത്ത് അത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഡിലീറ്റ്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡിലീറ്റ് ഓപ്ഷനൊക്കെ സോഷ്യൽ മീഡിയയിൽ പഠിച്ച് ലൈഫിലും ഡിലീറ്റ് അല്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണെങ്കിൽ ഇല്ലാതാക്കുക എന്നുള്ളൊരു അത് വല്ലാത്തൊരു ട്രെൻഡാണ്. നമ്മളൊരു സോഷ്യൽ ബീയിങ് എന്നുള്ള രീതിയിൽ എപ്പോഴും സൊസൈറ്റി നന്നായിരിക്കണം, ഒരു സൊസൈറ്റി നന്നാവണമെങ്കിൽ നമ്മളൊക്കെ കുഞ്ഞിലേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതൊരു ഹോമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ വാക്കാലെ പറയുന്നെങ്കിലും ശരിക്കും ഓരോ ഹോമിൽ നിന്നും ആ ഒരു സോഷ്യൽ അവെയർനെസ് ഉണ്ടോ, ഞാനൊരു സോഷ്യൽ ബീയിങ് ആണെന്നോ, അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികളുടെ ഞങ്ങളുടെ വളർത്തുന്ന മക്കളെന്ന് പറഞ്ഞാൽ നാളത്തെ ഒരു സോഷ്യൽ വാല്യൂ ഉള്ളൊരു പേഴ്സണാക്കി വളർത്തുക എന്നൊക്കെയുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഒരു പാരൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. പക്ഷേ അതൊക്കെ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്നോ ഇല്ലേ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇന്നും ഒരു സൊല്യൂഷൻ ഇല്ല. നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ കാരണം ബിസി ലൈഫ് നമ്മുടെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ അതിനൊന്നും സമയമില്ലാതെ അങ്ങനത്തെ വാല്യൂ സിസ്റ്റംസോ അതിനേക്കാളുള്ളൊരു സമയം കിട്ടുന്നില്ലാത്തോണ്ടുള്ള ആ വാല്യൂസ് അവിടെ എത്തുന്നില്ല. പണ്ട് അറ്റ്ലീസ്റ്റ് സ്കൂളിലൊക്കെ ഒരു മോറൽ സയൻസ് ക്ലാസ് ആയി ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിലാണെങ്കിലും പല അങ്ങനത്തെ കഥകളിൽ കൂടിയും ബാക്കിയുള്ളത് അതൊക്കെ ആബ്സെന്റ് ആവുമ്പോൾ വി കാൺ എക്സ്പെക്ട് ഒരു വാല്യൂ സിസ്റ്റം ഉണ്ടാവണം. എവിടെ നിന്നാണ് വാല്യൂസ് ഉണ്ടാവണം? അല്ലെങ്കിൽ പാരന്റ്സും അത് മോഡൽ ചെയ്യണം അല്ലെ. നമ്മൾ കണ്ടാണ് പഠിക്കേണ്ടത്. നമ്മളൊരു കാര്യം പഠിപ്പിക്കുന്നതിനേക്കാളും പാരന്റ്സ് അത് ചെയ്യുന്നതോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള ചുറ്റുപാടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ഭയങ്കര ഇതായിട്ടുള്ള വാല്യൂസ് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ ദേ ഓൾസോ നാച്ചുറലി നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, കണ്ടു തന്നെ അവർക്ക് വാല്യൂ സിസ്റ്റം എത്തും എന്നുള്ളത്. ഇപ്പോഴതിനകത്ത് അതിനുള്ള സമയമില്ല. ചിലപ്പോൾ അവര് എന്താ ഒരു വല്ലാത്തൊരു ഫാമിലി സിസ്റ്റത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ ഇഷ്ടം പോലെ വീട്ടിനകത്തുള്ള ബഹളങ്ങളും അതും ഇതുമായിരിക്കാം മോസ്റ്റ്ലി കാണുന്നത്. അതിനകത്തു നിന്നുള്ളൊരു എസ്കേപ്പിസവും ബാക്കിയുള്ളതും. അപ്പൊ സൊസൈറ്റിക്ക് ഉണ്ടാവുന്ന ഈ സ്പീഡാണ് എനിക്ക് തോന്നുന്നു ഒരു അതാണ് ഒന്നിനും സമയം ഫിനാൻഷ്യൽ ഫ്രീഡത്തിനെ കുറിച്ച് കൂടുതൽ നമ്മൾ സംസാരിക്കുകയും അതിനു വേണ്ടി നമ്മൾ നെട്ടോട്ട് ഓടുമ്പോൾ വേറെ പല വാല്യൂസും നമുക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റാതെ കംഫർട്ടും ഇതുമാണ് ഇപ്പോൾ. അതെ, അതിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ മെറ്റീരിയലിസ്റ്റിക്സ് ഇതിനകത്തേക്ക് പോകുന്നു. ഇപ്പോൾ ഇതിനകത്ത് പല ഇപ്പം എന്താ മെറ്റീരിയൽ സാധനങ്ങളുടെ പുറകെ പോകാനുള്ളൊരു ട്രെൻഡ്, ഓൺലൈൻ ഷോപ്പിംഗ്. അത് നേരെ പറഞ്ഞ ഒരു വല്ലാത്തൊരു ഇതാണ് ഓൺലൈൻ ഷോപ്പിംഗ് ഇതിനകത്തേക്ക്
അതും ദാറ്റ് ഇസ് ഫോർ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ. അതെ, അല്ലെ, മറ്റേത് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോ ഇത് വേണ്ടായിരുന്നു എന്നുള്ളതാണ്. എക്സ്റ്റേണൽ സാധനത്തിലാണ് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ഇതാക്കുന്നത്. മറ്റേതൊക്കെ ഭയങ്കരമായിട്ട് കളിച്ചിട്ട് നമ്മളൊരു ഭയങ്കര ഇതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയാൽ ചിലപ്പോൾ ഇതൊരു കോമ്പൻസേറ്ററി ഷോപ്പിംഗ് എന്നുള്ള കോമ്പൻസേറ്ററി ഈറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഡിസോർഡർ ഉണ്ട്. നമുക്ക് സങ്കടം വന്നാലോ ഒക്കെ നമ്മൾ കൂടുതൽ ഓവർ ഈറ്റ് ചെയ്ത് അതിനകത്തുനിന്ന് ഒരു സാറ്റിസ്ഫാക്ഷൻ കാണും. അതേമാതിരി കോമ്പൻസേറ്ററി ഷോപ്പിംഗ് ഉണ്ട്. നമുക്ക് സങ്കടം വന്നാൽ ഒന്ന് കുറെ എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്താല് തീരെ സമാധാനം. അതിനകത്തു നിന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ആ പ്രോബ്ലം തൽക്കാലം ഒന്ന് മാറ്റി വെക്കുന്നു, അതിനകത്തുനിന്ന് ഹാപ്പിനെസ് കാണുന്നു. ബിക്കോസ് ആക്ച്വൽ റിയൽ ഹാപ്പിനെസ് അല്ലാതെ കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പാർട്ടിലേക്ക് പോകുന്നത് എന്നുള്ളത്. അങ്ങനത്തെ കോമ്പൻസേഷൻസ് ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് ലോങ് റണ്ണിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള നോക്കുമ്പോൾ ഡിപ്രഷൻ കേസസ് കുട്ടികളിലാണെങ്കിൽ ഡിപ്രഷൻ ആങ്സൈറ്റി കേസസ് ഒക്കെ കൂടുന്ന. തൽക്കാലത്തേക്ക് അത് നമുക്കൊരു ഹാപ്പിനെസ് കാണും. ലേറ്റർ വരുമ്പോഴേക്കുമാണ് ലോൺലിനെസ്, നമുക്ക് അതിനെ പറ്റിയിട്ട് ഒരു ആള് ഷെയർ ചെയ്യാനില്ലല്ലോ എന്നുള്ള സങ്കടം, അതെല്ലാം ഡീപ്പോ ഇതിനകത്ത് പ്രോബ്ലമാറ്റിക് ആവാറുണ്ട്. തൽക്കാലത്തേക്ക് ഇത് വെച്ച് രക്ഷപ്പെടും. പക്ഷെ ലേറ്റർ അതിനകത്ത് ലോങ് ടേം ഇഷ്യൂസ് ഇമോഷണലി ദേ ആർ നോട്ട് ഹാപ്പി. അതാണ് ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മക്കൾ എത്രത്തോളം ഹാപ്പി ആക്കാൻ നോക്കുന്നു അത്രത്തോളം കുട്ടികൾ ഹാപ്പി ആകുന്നില്ല എന്നുള്ള ഒരു ഫാക്റ്റും കൂടി ഒരു സൈഡിൽ കൂടി ഉണ്ട്. ലിറ്റിൽ തിങ്സിലെ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഒരു ബാല്യം ഉണ്ടായിരുന്നു. അത് ശരിക്കും മിസ്സാകുന്നു ഇനി വരുന്ന ജനറേഷൻ എന്നുള്ളതാണ് ഞാനൊരു പേഴ്സൺ എനിക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഒരു സ്വീറ്റ് ഒരാൾ തന്നാലും നമുക്കതൊരു ഹാപ്പിനെസ് ആയിരുന്നു. ഫീലൊക്കെ വരുമ്പോൾ അതിനകത്തൊരു രസമുള്ളത്, നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ കുട്ടിക്ക് ഒരു സ്റ്റാർ ഇട്ട് കൊടുത്തു, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഒരു ഇറേസർ കൊടുത്തു, അല്ലെങ്കിൽ ഒരു സ്റ്റിക്കറൊക്കെ കൊടുത്താൽ ഹാപ്പി ആവും. അതാണ് നമ്മൾ ഇത് നല്ല കുട്ടി ആയോണ്ട് ഇതൊക്കെ പറഞ്ഞു. ഇപ്പൊ കുട്ടികൾ പറയും പ്ലേ സ്റ്റേഷൻ മേടിച്ചോ അല്ലെങ്കിൽ ഇന്നത് വേണോ, അത്ര വലുതാണ്, ഇതൊക്കെ ഇതൊന്നും കൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളത് ലെവലിലാണ് കുട്ടികളുടെ നീഡ്സും ഇതുള്ളൂ. അത് വെച്ച് അവർ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ എന്നുള്ളതാണ് ഒരു പാത്ത്. അങ്ങനത്തെ ഒരു നമ്മള് എന്തും അത്രയും കാണുമ്പോൾ അതൊക്കെ വേണം എന്നുള്ളതും ബാക്കി എല്ലാത്തിലും ഡിസാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത്. എന്ത് കിട്ടിയാലും ഡിസാറ്റിസ്ഫൈഡ്. അതിനെ തിങ്ക് ചെയ്യാനുള്ളൊരു സമയം അതിനും ഇല്ല ടൈം. അതിനകത്തുള്ളത് ഡിസാറ്റിസ്ഫാക്ഷൻ എന്നുള്ളൊരു വേറൊരു റീസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആരും ഒന്നിനകത്തും ടൈം എടുത്തത് എൻജോയ് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് അല്ലേ, അതെ, ഒരു സാധനം ഇപ്പൊ ഫുഡ് ആണെങ്കിലും നമ്മൾ എപ്പോഴും പറയാറില്ല, ഇപ്പൊ മൈൻഡ്ഫുൾനെസ്സിനകത്ത് ഇപ്പം വലിയൊരു ഐഡിയ വരുന്നതാണ്. മൈൻഡ്ഫുൾ ആവുക, സ്പീഡ് കുറച്ച് കഴിക്കുന്നതാണെങ്കിൽ കഴിക്കുന്നതിനകത്ത് എൻജോയ് ചെയ്ത് അപ്പൊ യു വിൽ ഗെറ്റ് എ സാറ്റിസ്ഫാക്ഷൻ ഫ്രം ദാറ്റ്. മറ്റേത് ഇപ്പൊ കഴിക്കുന്നു, ടി വി കാണുന്നു, ഇതിനെ നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല. മൾട്ടി ടാസ്കിങ് പോകുമ്പോഴേക്കും അതിനകത്തൊന്നും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പറ്റത്. കഴിക്കുന്ന ചായയോ അല്ലെങ്കിൽ ഒരു ചായ സന്തോഷത്തിൽ പതുക്കെ കുടിച്ച് അതിനെ ഒരു എൻജോയ് ചെയ്ത് ആ സെൻസ് ഫീൽ ചെയ്യുമ്പോൾ യു ഗെറ്റ് സാറ്റിസ്ഫാക്ഷൻ. അതിനുള്ള സമയമില്ല, പെട്ടെന്ന് കഴിക്കുന്നു. അപ്പൊ അല്ലേ, എല്ലാം മൈൻഡ്ഫുൾ ആക്കിയാൽ നമുക്കൊന്നും കൂടി സ്ലോ ഡൗൺ ചെയ്താൽ എല്ലാം നന്നായിരിക്കും. മറ്റേത് ഒരു കളിപ്പാട്ടം തന്നെ കുറച്ചു നേരം കളിച്ചു, അത് ചളഞ്ഞു, അത് നല്ലതിനകത്ത് അതിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഇതില്ല. ബിക്കോസ് അത് കഴിഞ്ഞ് അടുത്ത കഴിഞ്ഞ് പല സാധനവും ഫ്രണ്ടിൽ നിൽക്കുകയാണല്ലോ. പണ്ട് കുറച്ച് ലിമിറ്റേഷൻ ഒന്നില്ലെങ്കിൽ അടുത്ത് തരും എന്നുള്ളത്. ടോയ്സിനാണെങ്കിലും പണ്ട് കുറച്ച് ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നല്ലേ, അത് വെച്ച് നമ്മൾ കുറേ നാൾ അത് സൂക്ഷിച്ചു വെച്ച് കളിക്കുക. അതെ, ഇതിപ്പോ കഴിഞ്ഞാൽ അടുത്തതിനകത്തേക്ക് പോകുന്നുണ്ട്. വേറൊരു വലിയ പ്രോബ്ലം നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് കുട്ടികൾ പാരൻസിൻ്റെ ആബ്സെൻസിൽ ഇപ്പോൾ ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യുന്നു, അതെ, സംസാരിക്കുന്നു. അതൊക്കെ ശരിക്കും ഒരു പരിധി കഴിയുമ്പോൾ അതെല്ലാം പരിധി വിടുന്ന സിറ്റുവേഷൻസ് നമ്മൾ കാണാറുണ്ട്. പണ്ടൊക്കെ ഫ്രണ്ട്സ്